സാർ, എണ്ണ സമ്പത്തിന്മേലുള്ള അമേരിക്കയുടെ കഴുകൻ കണ്ണുകളാണ് ശരിക്കും പറഞ്ഞാൽ വെനസ്വേലൻ പ്രസിഡന്റിനെ ഇപ്പോൾ ബന്ദിയാക്കി കൊണ്ടുപോകാനുള്ള കാരണം. മുമ്പ് മിഡിൽ ഈസ്റ്റിലെ ആ അമേരിക്കൻ താല്പര്യങ്ങളൊക്കെ വെല്ലുവിളിച്ച ഒരു രാജ്യമായിരുന്നു ഇറാഖ്. മതേതര രാജ്യമായിരുന്നു, സമ്പന്നമായിരുന്നു. അന്ന് പറഞ്ഞ അവിടെ രാസായുധ ശേഖരം ഉണ്ടെന്ന ഒരു നുണ പറഞ്ഞുകൊണ്ടാണ് അവിടെ ആക്രമണം നടത്തിയത്. ഇവിടെ ഇപ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു, രാസായുധത്തിന് പകരം മയക്കുമരുന്ന് ശേഖരം. എന്തൊക്കെയാണ് വെനസ്വേലയിൽ നടന്നത്? അത് പറഞ്ഞുകൊണ്ട് വേറൊരു കാര്യം ഓർമ്മിക്കാം. എന്താന്ന് വെച്ചാൽ, ഇപ്പൊ വെനസ്വേലയിൽ നടന്നത് 1989 ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇതുപോലെ തന്നെ പാനമയിൽ ഇടപെട്ടതാണ്. പാനമയിൽ അട്ടിമറി നടന്നു. അവിടുത്തെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ജനറൽ മാനുവൽ നൊറിയേഗയെ ഇതുപോലെ ബന്ദിയാക്കി കൊണ്ടുപോയി. അന്ന് ഓപ്പറേഷൻ ജസ്റ്റ് കോസ് എന്നായിരുന്നു ആ ഓപ്പറേഷന്റെ പേര്. എല്ലാം നീതി എന്നുള്ള അർത്ഥത്തിലാണല്ലോ ഓപ്പറേഷനൊക്കെ പേരിടുക. ഓപ്പറേഷൻ ജസ്റ്റ് കോസ് 1989. അതിന് സമാനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എല്ലാം ഏതാണ്ട് ഒരേ മേഖലയിലുള്ള രാജ്യങ്ങളാണല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് എണ്ണ ശേഖരമുള്ള സ്ഥലമാണ് വെനസ്വേല. അത് കുറേ കാലമായിട്ട് അമേരിക്കയ്ക്ക് അതിൽ കണ്ണുണ്ട്. അത് ബുഷിന്റെ കാലത്തുമൊക്കെ ഈ ഷാവേസിനെയൊക്കെ അട്ടിമറിക്കുന്ന ശ്രമങ്ങളുമൊക്കെ നടന്നതാണല്ലോ. ഷാവേസ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ ഇപ്പൊ ഇയാൾ മദൂറോ അധികാരത്തിൽ വന്നിട്ടും ഈ ഒരു ദശകമൊക്കെ കഴിഞ്ഞു. മറ്റേ മദൂറോയെ അട്ടിമറിക്കും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇത് ഓഗസ്റ്റിൽ രൂക്ഷമായി. ഓഗസ്റ്റ് മുതൽ നമ്മൾ ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട് ഈ ബോട്ടുകൾക്കെതിരെ ആക്രമണം നടത്തുന്ന മുക്കുവൻ മറ്റേ മീൻപിടുത്തക്കാരുടെ ബോട്ടുകളൊക്കെയാണ് ആക്രമിക്കുന്നത്. പക്ഷെ ആ മീൻപിടുത്ത ബോട്ടുകളൊക്കെ അന്തർവാഹിനികളായിരുന്നു. അന്തർവാഹിനികളിൽ കടത്തുകയാണ്, മയക്കുമരുന്ന് ഫെന്റനൈൽ കടത്തുകയാണ് എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇതിന്റെ വീഡിയോ ഒക്കെ പരസ്യപ്പെടുത്തും. ആ വീഡിയോ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റാ എന്ന് പറഞ്ഞ കളറാണെങ്കിൽ ഇത് ബോട്ടാണെന്ന് വ്യക്തമാവുമല്ലോ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തിട്ട് ഒരു സ്ഫോടനത്തിന്റെ ദൃശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫെന്റനൈൽ കടത്തുന്ന അന്തർവാഹിനി തകർത്തു എന്നൊക്കെ പറയുന്ന ഈ മീൻപിടുത്തക്കാരുടെ ബോട്ടുകളൊക്കെയാണ് തകർക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ മദൂറോ ഒരു വലിയ ജനാധിപത്യവാദിയായ പ്രസിഡന്റ് ഒന്നും അല്ല. മദൂറോ ഇപ്പോൾ അവിടെ പ്രസിഡന്റായിട്ട് ഇരുന്നത് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഡ്മണ്ടോ ഗോൺസാലസ് ആണ് ജയിച്ചതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇനി അമേരിക്കയുടെ കഥയും ആകാം. എന്തായാലും അവിടെ ബൂത്ത് പിടിച്ചിട്ട് ആണ് മദൂറോ അധികാരത്തിൽ വീണ്ടും വന്നത് എന്നാണ് അവിടുത്തെ പ്രതിപക്ഷവും പറയുന്നത്. ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് വെനിസുല എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് മറിയ മച്ചാഡോ. അപ്പോൾ ഈ മറിയ കൊറീന മച്ചാഡോ അവർക്കാണല്ലോ നൊബേൽ സമ്മാനം കിട്ടിയത്. ട്രംപ് നൊബേൽ സമ്മാനം പ്രതീക്ഷിച്ച് എടുത്ത് വെനസ്വേലയിലെ മറിയ കൊറീന മച്ചാഡോയ്ക്ക് നൊബേൽ സമ്മാനം കിട്ടി. മറിയ കൊറീന മച്ചാഡോ പ്രസിഡന്റ് ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല മദൂറോയ്ക്ക് പകരം. അതല്ലെങ്കിൽ എഡ്മണ്ടോ ഗോൺസാലസ് ഈ തോറ്റുപോയ പ്രസിഡന്റ് വരണം. ഇവർ രണ്ടുപേരും ചേർന്നൊരു ഭരണകൂടമായിരിക്കും എന്ന് റിപ്പോർട്ടുകളുണ്ട്. മറിയ കൊറീന മച്ചാഡോയും ഈ എഡ്മണ്ടോ ഗോൺസാലസും ഒന്നിച്ച് വരുന്ന ഒരു ഭരണകൂടമാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ അവിടുത്തെ വൈസ് പ്രസിഡന്റിനെ ഡെൽസി റോഡ്രിഗ്സ് വൈസ് പ്രസിഡന്റിനെ അവിടുത്തെ സുപ്രീം കോടതി താൽക്കാലിക പ്രസിഡന്റായിട്ട് നിയമിച്ചിട്ടുണ്ട്. പുതിയ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പാവ വരുന്നത് വരെ. അപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റേ മദൂറോ ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ട്. മദൂറോ കണ്ണൊക്കെ മൂടിയ ചിത്രങ്ങളൊക്കെ പിടിച്ചോണ്ട് പോകുന്ന. അതായത് USS ഐവോ ജീമ എന്ന് പറഞ്ഞ കപ്പലില് കയറ്റി ഇയാൾ അവിടെ നിന്ന് പിടിച്ചിട്ട് വിമാനത്തിൽ കൊണ്ടുവന്ന് ഐവോ ജീമ എന്ന് പറഞ്ഞ കപ്പലിൽ യുദ്ധക്കപ്പലിൽ കയറ്റി പിന്നെ ന്യൂയോർക്കിലേക്ക്
എയർലിഫ്റ്റ് ചെയ്യുകയാണ്. ന്യൂയോർക്കിലാണ് വിചാരണ നടക്കുന്നത്. സദേൺ ഡിസ്ട്രിക്റ്റ് ഓഫ് ന്യൂയോർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിചാരണ നടക്കാൻ പോകുന്നത്. ഇനി ശനിയാഴ്ച പുലർച്ചെ ആണ് ആക്രമണം നടന്നത്. അവിടെ പുലർച്ചെ 2 മണി മുതൽ അവിടെ മുഴുവൻ പുക പല സ്ഥലങ്ങളിലും ദൃശ്യമായിരുന്നു. വെനസ്വേലയിൽ 90 മിനിറ്റ് ആണ് ഈ ആക്രമണം നീണ്ടു നിന്നത്. ഓപ്പറേഷൻ 40 പേര് അവിടുത്തെ പൗരന്മാർ സാധാരണക്കാരും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 40 പേര്. അപ്പോൾ പട്ടാള താവളങ്ങളിൽ ഒക്കെ നിന്നൊക്കെ പുക ഉയരുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു നഗരവും ഇരുട്ടിലായി എന്ന റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. ലാ ഗൈറ എന്ന് പറഞ്ഞ തുറമുഖത്ത് ആക്രമണം നടന്നിരുന്നു. ഇത് ശരിക്കും ആക്രമണം നടന്ന നഗരങ്ങൾ ഫുവാർത്തെ ടിയൂന എന്ന് പറഞ്ഞ നഗരം, അത് പ്രധാനപ്പെട്ട സൈനിക താവളം ആണ് അവിടുത്തെ. ലാ കർലോട്ട വ്യോമതാവളം, എൽ വോൾക്കൻ അത് റഡാർ കേന്ദ്രം, ലാ ഗൈറ തുറമുഖം, ഇഗ്വറോട്ടെ അത് മിറൻഡ എന്ന് പറഞ്ഞ പ്രവിശ്യയിലെ വിമാനത്താവളം. ഇത്രയും സ്ഥലങ്ങളാണ് ആക്രമിച്ചത് അമേരിക്ക. അതായത് ഈ ചുറ്റുമുള്ള മലകളിലൊക്കെ, ഈ തീര നഗരങ്ങളൊക്കെ ആക്രമിച്ചിട്ട് ചുറ്റുമുള്ള മലകളിലുമൊക്കെ വലിയ പ്രകാശം കണ്ടിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഈ അമേരിക്കൻ കൊമേഴ്സ്യൽ പ്രൈവറ്റ് ഫ്ലൈറ്റുകളുമൊക്കെ കാരക്കാസിൽ ഇപ്പം നിരോധിച്ചിട്ടുണ്ട്. ഒന്നും അവിടെ ആ വ്യോമ മേഖലകളിൽ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിരോധിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇറാൻ ഇടപെടുന്ന ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം എന്ത് സംഭവിച്ചു? ഇറാനില് ജനങ്ങൾ മുഴുവൻ തെരുവില് ഇറങ്ങിയിരിക്കുകയാണ്. അത് അമേരിക്കൻ സ്പോൺസേർഡാണ് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാന് എന്തായാലും വെനസ്വേലയിലൊന്നും ഇടാൻ പറ്റില്ല. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ അമേരിക്ക ഉണ്ടാക്കിയ ശേഷമാണ് വെനസ്വേലയിലേക്ക് പോയത്. ഇത് ഏതാണ്ടൊരു 1.5 ഡെൽറ്റ ഫോഴ്സ്, അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ഡെൽറ്റ ഫോഴ്സ് ഒരു 1.5 മാസത്തോളം ഇതിൻ്റെ പരിശീലനത്തിലൊക്കെ ആയിരുന്നു. ഈ കാരക്കാസിലെ ഈ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഡമ്മിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കയറുന്ന പരിശീലനമൊക്കെ നടത്തി. ഉറക്കത്തിലാണല്ലോ മദുറോയും ഭാര്യ സീലിയ ഫ്ലോറസിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയത്. അപ്പോൾ 2019 തന്നെ അമേരിക്കൻ എംബസി പൂട്ടിയിരുന്നു അവിടെ. അപ്പോൾ കഴിഞ്ഞ 5 മാസമായി ഈ സംഘർഷം തുടങ്ങിയിട്ട് നാർക്കോ ടെററിസ്റ്റ് ആണ് മദൂറോ എന്നാണ് ട്രംപ് പറഞ്ഞത്. മയക്കുമരുന്ന് ഭീകരൻ എന്നാണ് പറഞ്ഞത്. കരീബിയൻ കടലിൽ, കിഴക്കൻ പസഫിക്കിൽ ഒക്കെ ഈ വെനസ്വേലയുടെ ബോട്ടുകൾക്ക് നേരെ, കപ്പലുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടന്നിട്ടുണ്ട്. 35 ബോട്ടുകൾ ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. 115 പേരെ ഓഗസ്റ്റ് മുതൽ കൊലപ്പെടുത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരാക്രമണം, കര ആക്രമണം നടന്നു അമേരിക്കയുടെ. അത് CIA എന്തു വേണമെങ്കിലും ചെയ്യാൻ ട്രംപ് അനുവാദം കൊടുത്തിട്ട് 2 മാസമായി. ഈ മദൂറോ പലായനം ചെയ്തോളും എന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പൊ പിടികൂടുന്ന സമയത്തും ഞാൻ സന്ധി സംഭാഷണത്തിന് തയ്യാറാണെന്ന് മദൂറോ പറഞ്ഞു. അത് അവസാനം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ മയക്കുമരുന്ന് എന്നുള്ളതിന് പുറമേയുള്ള കുറ്റം ഇനി ന്യൂയോർക്കിൽ വിചാരണ ചെയ്യുമ്പോഴും തെരഞ്ഞെടുപ്പ് ഇയാൾ റിഗ് ചെയ്തു എന്നുള്ളത്, മര്യാദക്കല്ല തെരഞ്ഞെടുപ്പ് നടത്തി പ്രസിഡന്റ് ആയത് എന്നുള്ളത്, പിന്നെ പ്രകൃതി വിഭവങ്ങൾ, അതിൻ്റെ ചൂഷണം തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആണ് ഇവിടെ വെനസ്വേലയിൽ നടന്ന സംഭവങ്ങളുടെയൊക്കെ വിവരണം ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചത്. ആക്രമണം നടന്ന സ്ഥലങ്ങളുടെ പട്ടികയും ഒക്കെ. ഈ കൊളംബിയ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഇനി ഈ വഴിക്ക് നീങ്ങിയാൽ ആസനത്തിന് വെടികൊള്ളും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരക്കാസിലെ
ക്വാർത്തേലെ ദേക്ക മൊണ്ടാന ബാരക്കുകളിൽ അമേരിക്ക ആക്രമണം നടത്തി എന്ന് കൊളംബിയ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഷാവേസിന്റെ മൗസോളിയം സ്മാരകം അവിടെയാണ്, ആ ബാരക്കുകളിലാണ് ഉള്ളത്. അപ്പൊ ഷാവേസിന്റെ മൗസോളിയോ ആ ഓർമ്മയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. മൗസോളിയം എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ജഡം സൂക്ഷിക്കുന്ന സ്ഥലത്തിനാണ് മൗസോളിയം എന്ന് പറയുന്നത്. അതായത് തൈല ലേപനമൊക്കെ നടത്തി ജഡം ചീത്തയാവാതെ സൂക്ഷിച്ച്. മാവോയുടെ മൗസോളിയം ഒക്കെ ഉണ്ടായിരുന്നില്ലേ, ലെനിന്റെ മൗസോളിയം ഉണ്ടായിരുന്നു. ലെനിൻ മരിച്ചപ്പോഴും തൈല ലേപനമൊക്കെ നടത്തി ആ ജഡം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് ഗോർബച്ചേവ് പിരിച്ചുവിട്ടല്ലോ സോവിയറ്റ് യൂണിയൻ. ആ സമയത്താണ് അത് ഇല്ലാതാകുന്നതും ഒക്കെ. മാവോ മൗസോളിയത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 1999 മുതൽ ഈ ചാവിസ്മോ എന്ന് പറഞ്ഞ ഈ ഷാവേസിന്റെ ഭരണപരിഷ്കാരങ്ങൾ നടക്കുന്ന സ്ഥലമാണ് വെനസ്വേല. ന്യൂയോർക്ക് സദേൺ ഡിസ്ട്രിക്റ്റിലാണ് കുറ്റവിചാരണ നടക്കാൻ പോകുന്നത് ഈ മദൂറോയുടെ. അത് അമേരിക്കയുടെ അറ്റോർണി ജനറൽ പാമില ബോണ്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിലിയ ഫ്ലോറസിനെയും വിചാരണ ചെയ്യും. അവർക്കായിരുന്നു കൂടുതൽ സ്വാധീനം. ലേഡി മാക്ബത്ത് എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവർ TV ആക്ട്രസും ഒക്കെ ആയിരുന്നു. ഇയാൾക്കെതിരെ നാർക്കോ ടെററിസം, പിന്നെ കൊക്കൈൻ ഇങ്ങനത്തെ കേസുകൾ, യന്ത്രത്തോക്കുകൾ കൈവശം വെച്ചു എന്നുള്ളതും കുറ്റമായിട്ട് കാണുന്നുണ്ട്. അത് എന്താണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലാകുന്നില്ല. എണ്ണ ഉൽപാദനത്തിന് ഈ ആക്രമണം ബാധിച്ചിട്ടില്ല. അത് സാധാരണ പോലെ തന്നെ നടന്നിരുന്നു. അതിന് വെനസ്വേലയെ സഹായിച്ചിട്ടുള്ളത്, സാങ്കേതിക വിദ്യയൊക്കെ കൊടുത്തിട്ടുള്ളത് ഇറാനാണ്. പിന്നെ റഷ്യയുമാണ് സഹായിച്ചിട്ടുള്ളത് അത്തരം കാര്യങ്ങളിൽ. അങ്ങനെ ഇറാന്റെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സഖ്യത്തിൽ പോയി വെനസ്വേല പെട്ടതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ച ഒന്നാമത്തെ കാരണം. കാരണം അമേരിക്കയാണ് കൂടുതലും വെനസ്വേലയുടെ എണ്ണ വാങ്ങിയിരുന്നത്. അതിനു പകരം അത് ചൈനയ്ക്ക് വെനസ്വേല സപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ചൈനീസ് സംഘത്തെ മദൂറോ കണ്ടിരുന്നു. ഒരു 4-5 നയതന്ത്ര പ്രതിനിധികൾ അടങ്ങിയ. ലാറ്റിൻ അമേരിക്കയിലെ ചൈനയുടെ പ്രതിനിധി എൻവോയ് ക്യൂ ഷയോക്കി ആണ് ആ സംഘത്തിനെ നയിച്ചിരുന്നത്. എന്തുകൊണ്ട് ചൈനീസ് സംഘത്തിനെ കണ്ടു എന്നുള്ളത് അറിയില്ല. എന്തായാലും ചൈനീസ് സംഘത്തെ കണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ മദൂറോ സ്ഥാനഭ്രഷ്ടനായി എന്നുള്ളതാണ് ചരിത്രം. ബ്രസീൽ, മെക്സിക്കോ, അർജന്റീന ആ 3 രാജ്യങ്ങളുടെ പോലും പട്ടാള ശക്തി വെനസ്വേലയ്ക്ക് ഇല്ല. 1,20,000 സൈനികരാണ് ആകെ വെനസ്വേലയ്ക്ക് ഉണ്ടായിരുന്നത്. വെനസ്വേലയ്ക്ക് ഇത്രയും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടും ഇല്ലേ, ഇറാനിൽ നിന്നൊക്കെ ആയുധം വാങ്ങിയിരുന്നല്ലോ, റഷ്യയിൽ നിന്നൊക്കെ കിട്ടിയിരുന്നു. ഒരു രാജ്യവും സഹായിക്കാനുണ്ടായിരുന്നില്ല. ഒരു സഹായവും കിട്ടിയില്ല. തയ്യാറെടുപ്പിനാണെങ്കിൽ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് മുതൽ കാര്യമായ തയ്യാറെടുപ്പുകളൊന്നും വെനസ്വേലയ്ക്ക് നടത്താനും കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.